അത്ര വെള്ളം ഒഴിച്ചു കൊടുക്കുക. പൊള്ളും, പൊള്ളലാണ്, മേലാക്കരുത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അതിൽ തന്നെ എടുത്ത് പറയേണ്ടത് ഫ്ലോറ എന്ന് പറഞ്ഞ ഒരു സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് പ്രൊഡക്റ്റിനെ കുറിച്ചാണ്. ഇത് വർഷങ്ങളായിട്ട് മാർക്കറ്റിലുള്ള ഒരു പ്രൊഡക്റ്റാണ്, നമുക്ക് നേരിട്ട് അറിയാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. പല കമ്പനികളുടെയൊക്കെ ബ്രാൻഡുകൾ മാർക്കറ്റിലുണ്ടെങ്കിലും ഇതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഇവിടുത്തെ ജിജു ചേട്ടൻ തന്നെ നമ്മളോട് പറയും. ജിജു ചേട്ടൻ, വെൽക്കം ടു ദ ഷോ. ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാലോ? യെസ്, ഞാൻ പറയാം, വിശദമായിട്ട് പറയാം. നമുക്ക് മെയിനായിട്ട് ഇന്ന് പറയാനുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു പൗഡർ ഫോം ഉണ്ട്. ഇതിന് ഉപയോഗം എന്ന് പറയുന്നത് ഇൻ കേസ് ടാങ്ക് നിറഞ്ഞു, നാളെ അല്ലെങ്കിൽ മറ്റന്നാ ആ ടാങ്ക് വറ്റിക്കാണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള പൊസിഷനിൽ നിൽക്കണ ആ വീട്ടുകാരുടെ ബുദ്ധിമുട്ടിലേക്ക് വരുന്നൊരു ഹെൽപ്പിംഗ് പ്രോഡക്റ്റ് ആണ്. ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ ആ ടാങ്കിലുള്ള മാലിന്യം വെള്ളമായി മാറാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വലിയൊരു എമൗണ്ട് മുടക്കി ആ ടാങ്ക് വറ്റിച്ച് റീഫ്രഷ് ചെയ്യണേക്കാൾ ബെറ്റർ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ടാങ്കിൽ വേസ്റ്റ് വെള്ളമാവും. ആ വെള്ളമായ പ്രോഡക്റ്റ് വീണ്ടും കട്ട പിടിച്ച് പിന്നെ പ്രശ്നമാവാതിരിക്കാനാണ് ലിക്വിഡ് ബാക്ടീരിയ കൊടുക്കുന്നത്. ഈ ലിക്വിഡ് ബാക്ടീരിയ ഒരാഴ്ച ചെയ്യുമ്പോൾ ലിക്വിഡ് ബാക്ടീരിയ ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് ക്ലോസറ്റ് വാഷ് ചെയ്യാനായിട്ട് ആസിഡ് കലർന്ന പ്രോഡക്റ്റ് ഉപയോഗിക്കാതെ ആസിഡ് കണ്ടന്റ് ഇല്ലാത്ത നമ്മുടെ ബൗൾ ക്ലീൻ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് വരുന്നുണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായും വേസ്റ്റ് ഇല്ലാണ്ടാവും ചെയ്യുന്നത്. അപ്പോൾ ടാങ്ക് തുറക്കണ്ട, വലിയൊരു എമൗണ്ട് നമുക്ക് സേവിങ് ആണ്. തന്നെയല്ല, ഇതിനകത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരൊറ്റ പ്രോഡക്റ്റ് 3 ഫ്ലഷേ ഉള്ളൂ. അതായത് ഇതിൽ 300 ഗ്രാമിൻ്റെ പാക്കാണ് വരുന്നത്. ഇതിനകത്ത് 100 ഗ്രാമിൻ്റെ 3 പാക്കറ്റ് ഉണ്ട്. അപ്പോൾ ഒരു പാക്കറ്റ് പൊട്ടിച്ച് ക്ലോസറ്റിലിടുക. ഒരു 15 ലിറ്ററോളം ചൂടുവെള്ളം ഒഴിക്കണം. ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. നമുക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ലേറ്റ് ആവണം. അതുകൊണ്ട് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് ഉണ്ട്. ചൂടുവെള്ളം ജസ്റ്റ് നമ്മൾ കൈ തൊട്ടാൽ ചൂട് കിട്ടണം. ആ ഒരു ചൂടുവെള്ളം ഒഴിക്കുക. അത് 3 പാക്കറ്റ് ഇടുമ്പോൾ ഒരു 15 ലിറ്ററോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു പാക്കറ്റ് ഇട്ട് ഒരു 3 മണിക്കൂറിന് ശേഷം അടുത്ത പാക്കറ്റ് ഇട്ടാൽ മതി. അങ്ങനെ 3-4 മണിക്കൂറിന്റെ ഗ്യാപ്പിൽ കാലത്ത് ഉച്ചയ്ക്ക് വൈകുന്നേരം ആ രീതിയിൽ ഇട്ടാലും ഓരോ പാക്കറ്റ് ഇടുമ്പോൾ ഒരു 15 ലിറ്ററോളം ചൂടുവെള്ളം ഒഴിക്കുക. വെള്ളത്തിൽ കലക്കേണ്ട ആവശ്യമൊന്നുമില്ല. കലക്കണ്ട, നേരെ ഈ പാക്കറ്റ് പൊട്ടിക്കുക, ക്ലോസറ്റിലിടുക, ഒരു 15 ലിറ്ററോളം ചൂടുവെള്ളം ഒഴിച്ച് ഫ്ലഷ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും ഈ വേസ്റ്റ് പതഞ്ഞ് കുറേ വേസ്റ്റ് ചിലപ്പോൾ തള്ളിപ്പോയേക്കാം. പക്ഷെ ആ വേസ്റ്റ് മുഴുവൻ ഡൈലൂട്ടഡ് ആവും, വെള്ളമായി മാറി വേസ്റ്റ് ഇരിക്കും. അപ്പോൾ അവർക്ക് 3-4 ആഴ്ചക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് ആ ടാങ്ക് ഒന്ന് സെറ്റായി. പക്ഷെ ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ ഈ ലിക്വിഡ് ബാക്ടീരിയ 1 ലിറ്ററോളം ലിക്വിഡ് ബാക്ടീരിയ കൊടുക്കുക. ആ ടാങ്കിൽ വേസ്റ്റ് ക്ലീൻ ആവാണ്. അത് കഴിയുമ്പോൾ നമ്മുടെ പറഞ്ഞ ബൗൾ ക്ലീൻ എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് ആസിഡ് കണ്ടന്റ് ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് ആണ്. ഈ സംഭവം ഉപയോഗിക്കുമ്പോൾ ഇതിന് നമ്മൾ കൈമയായ പൊള്ളൊന്നുമില്ല. സുഖമായിട്ട് നമുക്ക് ക്ലോസറ്റ് വാഷ് ചെയ്യാൻ ക്ലീൻ ആവും. പക്ഷെ നമ്മൾ മാർക്കറ്റിൽ സുലഭമായി കിട്ടുന്ന മെയിൻ ബ്രാൻഡുകളുണ്ട്. ഈ ഷേപ്പിലുള്ള കുപ്പിയിൽ അറിയാലോ, അത് കയ്യിലായ പൊള്ളും, കാലയിലായ പൊള്ളും. അപ്പൊ അത്രയും ഹാർഡായിട്ടുള്ള ആസിഡ് ഫ്ലഷ് ആവുന്നത് കൊണ്ടാണ് ടാങ്ക് എന്ന് അറിയുന്ന പ്രശ്നം ഉണ്ടാവണം. അപ്പോൾ അതിന് പകരം ഈ ഒരു പ്രോഡക്റ്റ് വെച്ച് നിങ്ങൾ ക്ലോസറ്റ് വാഷ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ടാങ്ക് ക്ലീൻ ആണ്. പിന്നെ ടാങ്ക് നിറയണ പ്രശ്നമില്ല. അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ടാങ്ക് നിറഞ്ഞതാണോ പ്രശ്നം, അല്ലെങ്കിൽ ബ്ലോക്ക് ആയതാണെങ്കിൽ ഇപ്പൊ ഡ്രൈനേജ് പൈപ്പ് ഒക്കെ ബ്ലോക്കിന് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് വരുന്നുണ്ട്. ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡ്രൈനേജ് പൈപ്പിൽ ബ്ലോക്ക് വരുന്ന കേസിൽ ഇപ്പൊ കുറച്ച് വെള്ളം ഒഴുകുന്നുള്ളൂ, കുറച്ച് ദിവസമുള്ള ബ്ലോക്ക് ആവാൻ സാധ്യത ഉണ്ടെന്ന് കാണുമ്പോൾ ഈ പ്രോഡക്റ്റ് ഇട്ട് കൊടുക്കുക. 1 കപ്പ് വെള്ളം ഒഴിക്കുക. അത് ഒഴുകുന്ന വഴിയിലൂടെ വേസ്റ്റ് മുഴുവൻ ഉരുകിപ്പോയി പൈപ്പ് ലൈൻ ക്ലീൻ ആവാൻ. പലതരം വേസ്റ്റ് അടിയാലോ പൈപ്പിൽ. അപ്പൊ ഏതുതരം വേസ്റ്റ് ആണെങ്കിലും അത് മുടിയോ നാപ്കിനോ പാഡോ അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റ് ഒക്കെ തന്നെ ചിലപ്പോൾ മണ്ണോ ഒക്കെ ആയാലും ആ വേസ്റ്റുകൾ പോയി. പക്ഷെ കുറച്ചെങ്കിലും വെള്ളം ഒഴുകുന്ന പൈപ്പിൽ ഇടാവൂ. ഒരു 10 മീറ്ററോളം പൈപ്പ് മൊത്തം അടഞ്ഞു കിടക്കാണ്, ഒരു തുള്ളി വെള്ളം പോലും പോകുന്നില്ല. ആ സിറ്റുവേഷനിൽ ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ഇട്ടാലും ബ്ലോക്ക് തുറക്കില്ല. കുറച്ചെങ്കിലും വെള്ളം ഒഴുകുന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് ഇട്ട് കൊടുക്കുക. 1 കപ്പ് വെള്ളം ഒഴിച്ചാൽ ആ വെള്ളം ഒഴുകുന്ന വഴിയിലൂടെ മൊത്തം വേസ്റ്റിനെ ക്ലീൻ ചെയ്യുക. അപ്പൊ ഇതിന്റെ പ്രവർത്തനം ഞാൻ കാണിച്ചു തരാം, ഡെമോ കാണിച്ചു തരാം. ഒരു കപ്പിൽ നമ്മൾ ഇതിട്ടിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചാൽ എത്രമാത്രം ഇത് പതയ്ക്കുന്നുണ്ട്, എത്രമാത്രം ഇത് വേസ്റ്റ് ഉരുക്കി കളയുന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഡെമോ കാണിച്ചു തരാം. കാണുമ്പോൾ മനസ്സിലാവും. സ്മെല്ലൊന്നുമില്ല. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞതിപ്പോ നമ്മൾ ക്ലോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ക്ലോസറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അത് മേലായി ഇപ്പൊ കൈമയായി അപ്പൊ തന്നെ പൊള്ള അങ്ങനത്തെ ഒരു ഫീലിംഗും ഇല്ല. നമുക്ക് ഇത് പ്രവർത്തിക്കുന്ന ടാങ്കിൽ വേസ്റ്റിനെ ഡൈലൂട്ട് ചെയ്ത് കളയും. ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഹാർഡ്വെയർ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ഷോപ്പുകളിൽ ഞങ്ങൾ ഓൾറെഡി സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഡെയിലി ഞങ്ങൾക്ക് ഒരു 5-10 കോളുകൾ വരുന്നുണ്ട് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. അത്രമാത്രം കസ്റ്റമേഴ്സ് ഉപയോഗിച്ച് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇത് വീഡിയോ ചെയ്യുന്നത്. കാരണം ഇതിന് ഉപയോഗക്രമത്തിന്റെ സംശയങ്ങൾ പലതാണ് ആളുകൾ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം, ഗ്യാരണ്ടി റിസൾട്ട് ആണ്.
ഇപ്പൊ ഈ സ്ഥലം നമ്മുടെ ചാലക്കുടി തൃശ്ശൂർ അടുത്താണ്. അതെ. അപ്പൊ ദൂരെയുള്ള ആളുകളായിരിക്കും ചിലപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ, അവർക്കൊക്കെ അവിടെ അവൈലബിൾ ആയിരിക്കും. ഇത് കൊടകര കണ്ണംകുളങ്ങര ഭാഗത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. പക്ഷെ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് എവിടേക്കായാലും ഫ്രീ ഡെലിവറി ചെയ്തു തരാം. ഡിസ്ട്രിബ്യൂഷനും വേറെ കടകളിലുണ്ടെന്നോ? ഷോപ്പുകളിൽ നമ്മൾ ഓൾറെഡി സപ്ലൈ കൊടുത്തിട്ടുണ്ട്. പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, ഹാർഡ്വെയർ ഷോപ്പുകളിൽ സപ്ലൈ ഉണ്ട്. ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. നിങ്ങൾ ഫ്ലോറ സെപ്റ്റി ടാങ്ക് ക്ലീനിങ് പൗഡർ ചോദിച്ചു വാങ്ങിച്ചാൽ ഗ്യാരണ്ടി പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും. അത് റിസൾട്ട് ഗ്യാരണ്ടീഡ് ആണ്. ഞങ്ങൾ ഇത്ര വർഷം 3 വർഷമായിട്ട് ഇപ്പോൾ നമ്മൾ GST ബില്ലുമ്പോൾ ഓൾറെഡി സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആളുകൾ ഉപയോഗിച്ച് സാറ്റിസ്ഫൈഡ് ആണ്. ഗുഡ് പ്രോഡക്റ്റ് ആണ്. ഞങ്ങൾ മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, ഇടുക്കി ചെയ്യുന്നുണ്ട്. എറണാകുളം, ആലപ്പുഴ, അങ്ങനെയാണ്. ഇത്രയും ഭാഗത്താണ്. കൊല്ലം വരെയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. കോട്ടയം ജില്ല ചെയ്തിട്ടുണ്ട്. ഇത്രയും ഭാഗത്താണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ബാക്കി ഏരിയയിലേക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നോക്കുന്നുണ്ട്. ഒരു ചെറിയ ബിസിനസ് ആയിട്ട് തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഞാൻ ആ ബ്ലോക്ക് മാറ്റുന്ന പൊടിയെ കുറിച്ച് പറഞ്ഞല്ലോ. അതിൻ്റെ ഞങ്ങളുടെ ബണ്ടിൽ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു പ്രോഡക്റ്റ് ഒരെണ്ണം എടുത്ത് ഞാൻ കാണിച്ചു തരാൻ ഡെമോയിൽ. കാരണം മാർക്കറ്റിൽ വേറെ പ്രോഡക്റ്റുകൾ വരുന്നത് ജസ്റ്റ് ഈ കാസ്റ്റിക് സോഡ മാത്രം ആളുകൾ ഇട്ടിട്ട് കാണിക്കുമ്പോൾ എന്ന് പറയുന്നത് ജസ്റ്റ് ചൂടുവെള്ളത്തിൻ്റെ പർപ്പസ് കിട്ടുള്ളൂ. അന്നേരം നമ്മുടെ ഈ കമ്പനിയുടെ പ്രോഡക്റ്റ്, ഇപ്പോൾ ഈ ടെഡേഴ്സ് എന്ന് പറഞ്ഞ ഈ കമ്പനിയുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ലാമിനേറ്റഡ് ആണ്, സേഫ് ആണ്, ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്തവണ്ണം മേലാകാതിരിക്കാൻ നല്ലവണ്ണം ലാമിനേറ്റ് ചെയ്തിട്ടുള്ള പാക്കാണ്. ഈ പാക്ക് നമ്മൾ പൊട്ടിക്കുക. ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെറിയ രീതിയിൽ വെള്ളം ഒഴുകുന്ന പൈപ്പിലാകുമ്പോൾ നമ്മളിത് ഇട്ട് കൊടുക്കുക. ഇതാ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇന്നർ ക്യാപ്പ് ഉണ്ട്. ഇന്നർ ക്യാപ്പ് തുറക്കുക. വേണ്ട, പൗഡർ ഫോം ആണല്ലോ. പൗഡർ ഫോം. ഇത് ക്ലോസറ്റിലായാലും ബാത്റൂമിലായാലും നമ്മൾ ആ പൈപ്പിൽ ഇട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കപ്പ് വെള്ളം ഒഴിക്കാം. ഇത് വെള്ളം എടുത്ത് വെച്ചാണ്, പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതിന് ഒരു സ്മോക്ക് വരും. അത്ര വെള്ളം ഒഴിച്ചു കൊടുക്കുക. പൊള്ളും. പൊള്ളലാണ്, മേലാക്കരുത്. ബാത്റൂമിലായാലും നമ്മൾ മാറി നിൽക്കുക. ഇത് ഒഴിച്ചാൽ വെള്ളം ഒഴിക്കുമ്പോൾ അത് ആ പോണ വഴിയിൽ ഫുഡ് വേസ്റ്റ് ആയാലും എന്ത് പ്ലാസ്റ്റിക്കിന്റെ ആയിട്ടും ഉരുകി പോവാണ് ചെയ്യുന്നത്. സ്പോട്ടിൽ കണ്ട അതിലേക്ക് എന്ത് സംഭവം ഇട്ടാലും ആ സാധനം ഉരുകി പോകും ഉറപ്പായിട്ടും. ആ വെള്ളം ഒഴിച്ചത് ഒഴുകി പോണ വഴിയിലാണ് ഫുഡ് വേസ്റ്റ് ആയാലും എന്ത് സംഭവമായാലും ക്ലീൻ ആവുന്നത്. ഇതുപോലെ ക്ലീൻ ആക്കാണ്. ആ ഒഴുകണ വഴിയിൽ മൊത്തം ക്ലീൻ ആവുന്ന ഉറപ്പായില്ലേ. അപ്പൊ ആ സ്മോക്ക് ശ്വസിക്കാതിരിക്കുക. ഇതിപ്പോ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ആ ബ്ലോക്ക് മാറിയുമ്പോൾ അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ ഫ്ലഷ് ചെയ്ത് വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ ആ പൈപ്പിൽ വെള്ളം ബ്ലോക്ക് മൊത്തം മാറി. അങ്ങനെ വേണ്ട, ആ രീതിയിൽ അത് പതിഞ്ഞ് പൊന്തിക്കണം. അന്നേരം ഇപ്പൊ കാശി സോഡ മാത്രം എന്തുണ്ടാവും, ജസ്റ്റ് ഒന്ന് ഹീറ്റ് ആവുള്ളൂ, ചൂടുവെള്ളം ഒഴിച്ച് പർപ്പസ് കിട്ടുള്ളൂ. ഈ സംഭവം എന്ന് പറയുന്നത് ഉരുക്കി കളയ ചെയ്യണേ ആണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, പാട്ട ചൂടായി, ഹെവി ആയിട്ട് ചൂടായി. പാത്രം ചൂടാവും. ഇല്ല, പൈപ്പ് ഉരുക്കില്ല. അതുകൊണ്ടാണ് അതിൽ പിന്നാലെ വെള്ളം ഒഴിച്ചു വിടുന്നത്. അപ്പൊ പാത്രം ഒന്ന് ചൂടായി, പിന്നാലെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ പ്ലാസ്റ്റിക് ആണല്ലോ, വീണ്ടും ഹീറ്റ് ആവുക, കട്ട പിടിക്കുക, ക്ലീൻ ആയിക്കോളും, വേറെ കംപ്ലൈന്റ് ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ റിസൾട്ട് ഗ്യാരണ്ടി ആണ്. ഞാനത് സ്പോട്ടിൽ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഡെമോ കാണിച്ചത് കേട്ടോ. ചേട്ടാ, ഇപ്പൊ പറഞ്ഞ പ്രോഡക്റ്റുകൾ കൂടാണ്ട് വേറെ എന്തൊക്കെയോ കുറെ പ്രോഡക്റ്റുകൾ ഇവിടെ കാണുന്നുണ്ടല്ലോ, വേറെ എന്തൊക്കെയുള്ളത്? വേറെ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് ഈ ഫൈനൽ ഇപ്പൊ വർക്കുകൾ കഴിഞ്ഞപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് കഴിഞ്ഞപ്പോൾ ആസിഡ് ഇട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഉണ്ട്. അപ്പൊ ആ ആസിഡ് വാട്ടർ വെച്ച് ക്ലീൻ ചെയ്യാൻ കൊടുക്കുന്ന ആയിട്ടാണ് ടൈൽ ക്ലീനർ എന്ന് പറഞ്ഞിട്ട്. മെയിൻ ആയിട്ട് HCl ബേസ്ഡ് ആണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ബേസ്ഡ് വരുന്നത്. പക്ഷെ എങ്കിലും നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് സോപ്പിന്റെ കണ്ടന്റ് ഉണ്ട്. അപ്പൊ സോപ്പിന്റെ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഹൈലി ക്ലീൻ ആവുകയും ചെയ്യും. അവർക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇത് വെച്ച് ക്ലീൻ ചെയ്യും, പെട്ടെന്ന് ക്ലീൻ ആവും, തന്നെ നല്ല ഷൈനിങ് കിട്ടും. സോപ്പിന്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ട് എക്സ്ട്രാ നിങ്ങൾ സോപ്പ് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. ഫൈനൽ ക്ലീനിങ്ങിന് ഇത് വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ക്ലീൻ ആയി കിട്ടുകയും ചെയ്യും. സോപ്പിന്റെ കണ്ടന്റ് അഡ്വാൻസ്ഡ് ആയിട്ട് എടുത്തു പറയാണ്. കാരണം സാധാരണ ആസിഡ് മാത്രമാണ് കൊടുക്കുന്നത് മറ്റു കമ്പനികളുടെ. നമ്മുടെ വരുമ്പോൾ സോപ്പിന്റെ കണ്ടന്റ് അടക്കം എക്സ്ട്രാ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഉറുമ്പ്, പല്ലി, പാറ്റ അതിനൊക്കെ കളയാനുള്ള സ്പ്രേകൾ വരുന്നുണ്ട്. ആൻറ്റോട്ട് എന്ന് പറഞ്ഞിട്ട് 100 ml 200 ml ഒക്കെ ആയിട്ട് പ്രോഡക്റ്റ് വരുന്നുണ്ട്. ഈച്ച ശല്യം പോകാനുള്ള സ്പ്രേയർ വരുന്നുണ്ട്. കോക്രോച്ച് ശല്യം, പല്ലി, പാറ്റ, എട്ടുകാലിയൊക്കെ പോകാനുള്ള കോക്രോ ഓൾ ഔട്ട് എന്നാണ് പ്രോഡക്റ്റ് വരുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് പ്രോഡക്റ്റുകൾ കൂടി നമ്മുടെ കയ്യിലുണ്ട്. ഗ്ലാസ് ക്ലീനർ വരുന്നുണ്ട്. പിന്നെ അവർ ഇപ്പം ഞാൻ നേരത്തെ സെപ്റ്റി ടാങ്കിന്റെ ക്ലീനിങ്ങിന്റെ പൗഡറിനെ കുറിച്ച് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഫുഡ് വേസ്റ്റ് ടാങ്കിൽ കൊടുക്കുന്ന ഡോറ ഗ്രീൻ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് വരുന്നുണ്ട്.
ഈ പ്രോഡക്റ്റ് ഇതേമാതിരി തന്നെ ഫുഡ് വേസ്റ്റിന്റെ ടാങ്കിൽ കൊടുക്കുക. അപ്പൊ നമുക്ക് ഈ കിച്ചൺ സിങ്ക് വഴിയുള്ള ടാങ്കിൽ നിന്ന് ദുർഗന്ധത്തിന്റെ സ്മെല്ല് ഉണ്ടാവുക, അല്ലെങ്കിൽ ആ വേസ്റ്റ് ടാങ്ക് നിറയണ പ്രശ്നം ഉണ്ടാവുക. അതിനൊക്കെ ഈ ഡോറ ഗ്രീൻ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ വേസ്റ്റിന് ഡൈജസ്റ്റ് ചെയ്ത് കളയാൻ പറ്റും. അതുപോലെ തന്നെ അതിന്റെ ലിക്വിഡ് ഫോമും ഉണ്ട്, ലിക്വിഡ് ബാക്ടീരിയ വരുന്നുണ്ട്. വേസ്റ്റ് എംറ്റി എന്ന് പറഞ്ഞ നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത് ഇത് പൗഡറാണ്, പൗഡർ ഫോമാണ്. നേരത്തെ സെപ്റ്റി ടാങ്കിന്റെ ലിക്വിഡ് ഫ്ലോറ എന്ന് പറഞ്ഞ സെപ്റ്റി ടാങ്ക് ക്ലീനിങ് പൗഡർ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇതും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചൂടുവെള്ളത്തോട് കൊടുക്കുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ട്. കൊമേഴ്ഷ്യൽ പർപ്പസിൽ ഉപയോഗിക്കുമ്പോൾ അതിന്റെ വോളിയം പ്രോഡക്റ്റ് കൊടുക്കണമെന്ന് മാത്രം. ഇതൊരു ആവറേജ് ഒരു 500 ലിറ്റർ 1000 ലിറ്റർ വരെ മാക്സിമം കപ്പാസിറ്റിക്കാണ് 200 ഗ്രാം പ്രവർത്തിക്കുന്നത്. ഇനി കൊമേഴ്ഷ്യൽ പർപ്പസിൽ ഇപ്പോൾ ഹോട്ടലുകളിലോ വലിയ കാറ്ററിംഗ് ടീമിനോ കൊടുക്കുമ്പോൾ ആ ഒരു ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ഉപയോഗിച്ചാലാണ് പെട്ടെന്ന് റിസൾട്ട് കിട്ടുക. അതാണ് അതിന്റെ പ്രത്യേകത. ബാക്കി ഇപ്പൊ ഈ പ്രോഡക്റ്റുകളൊക്കെ തന്നെ സ്പോട്ടിൽ നമുക്ക് റിസൾട്ട് കാണുന്ന പ്രോഡക്റ്റുകളാണ്. അങ്ങനെ കുറച്ച് പ്രോഡക്റ്റുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താനുള്ളത്. മെയിനായിട്ട് സെപ്റ്റി ടാങ്കിന്റെ പൗഡർ ഉപയോഗിക്കുക, ഹൈലി റിസൾട്ട് കിട്ടും.